ഓക്കെ. അപ്പം നമ്മൾ ഇതൊരു പുതിയ സീരീസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ വേർഡുകൾ നോക്കാൻ പോവാണ്. അതായത് ഇംഗ്ലീഷിൽ ചോദിക്കുന്ന വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ ചോദിക്കുന്ന ഐറ്റംസ് നോക്കാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് പി വൈ ക്യു എന്ന് പറയുമ്പോഴത്തേക്ക് അറിയായിരിക്കും, പഴയ പാറ്റേണിലുള്ള പി വൈ ക്യു ആണ് വരാൻ പോകുന്നത്. TCSന്റെ പാറ്റേണിലുള്ള പി വൈ ക്യു ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അത് മതിയോ, അത് പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നൊരു ചോദ്യം ചോദിക്കും. അപ്പം ഞാൻ തിരിച്ചു ചോദിക്കുവാണ്, വേറെ നമ്മൾ എന്ത് പഠിക്കും? ഓക്കെ. അതുപോലെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇത് വൺ വേർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്റ്റാറ്റിക് ആണ്, മാറത്തില്ല. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ കേരളത്തിന്റെ ചീഫ് മിനിസ്റ്റർ പിന്നീട് മാറും. ഒരാളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മാറും. പക്ഷേ ഒരു പർട്ടിക്കുലർ വേർഡ്, അതിന്റെ മീനിങ് മാറത്തില്ലല്ലോ. സോ ഇത് പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ദെൻ വേറെ നമ്മൾ എന്ത് പഠിക്കും എന്നൊരു ക്വസ്റ്റ്യനിലും പ്രശ്നം വരും. സോ നമുക്കിതിപ്പോൾ ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് മാത്രം പറഞ്ഞു പോകുന്ന രീതിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വേർഡുകളും പഠിച്ചു പോവുക. അപ്പോൾ ഏതെങ്കിലും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഞാൻ ഇന്ന് പഠിപ്പിക്കുന്നതിൽ ഏതെങ്കിലും കിട്ടും. പിന്നെ ഞാൻ നോർമലായിട്ട് ക്വസ്റ്റ്യൻ പറയാം, ആൻസർ പറയാം, ആ രീതിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെ എങ്ങനെ ഓർത്തിരിക്കുന്നത് ആ രീതിക്ക് കണക്ട് ചെയ്ത് പോയാൽ മതി. ഇതിന് ഏറ്റവും വലിയ നേരിടാൻ പോണ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഓർത്തിരിക്കുന്ന പരിപാടി തന്നെയായിരിക്കും. ഓക്കെ. നിങ്ങൾക്ക് കണക്റ്റ് ആകുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും കൂടി ഇത് എത്തിക്കാൻ നോക്കുക. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, പേഴ്സൺ ഓർ ആനിമൽ പ്ലാന്റ് മച്ച് ബെലോ ദ യൂഷ്വൽ ഹൈറ്റ്. ഓക്കെ. ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആനിമൽ പ്ലാന്റ് അത് സാധാരണ സൈസിനേക്കാളും ചെറുത്. ഏതാ വരുന്നത്? ഡോർഫാണ് വരുന്നത്. ഡോർഫാണ് വരുന്നത്. ഓക്കെ. നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, നമ്മുടെ ഇംഗ്ലീഷിൽ ഒരു അടിപൊളി ഒരു പടമുണ്ട്, ലോർഡ് ഓഫ് ദ റിങ്സ്. ഈ ലോർഡ് ഓഫ് ദ റിങ്സിനകത്ത് ഇഷ്ടം പോലെ, അതായത് ഇതേപോലെയുള്ള ഇഷ്ടം പോലെ വൺ വേർഡ് നമുക്ക് കിട്ടും. ആ ഒരു സിനിമ മാത്രം കണ്ടു കഴിഞ്ഞാൽ, ഒരു സിനിമയല്ല, അത് മൂന്നാല് സീരീസ് ആയിട്ട് കിടക്കുന്ന സിനിമ. മീൻസ് ടെലിവിഷൻ സീരീസ് അല്ല, സിനിമയുടെ സീരീസ് ആയിട്ട് കിടക്കുന്ന സാധനമാണ് ലോർഡ് ഓഫ് ദ റിങ്സ്. അതിനകത്ത് വിസാർഡ് ഉണ്ട്, ഡോർഫ് ഉണ്ട്, വിച്ച് ഉണ്ട്, ഗോബ്ലിൻ ഉണ്ട്, എൽഫ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഡോർഫ് എന്ന് പറയുമ്പോൾ എന്താണ്? സൈസിനേക്കാളും കുറവ്. വിസാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ സിനിമയിൽ തന്നെ ഉണ്ട്, ഗാൻഡ് ഓഫ് എന്ന് പറയുന്നത് അല്ലേ. കണ്ടിട്ടുള്ളവർക്ക് അത് കണക്റ്റ് ആവും പെട്ടെന്ന്. പുള്ളി എന്താണ്? മാജിക്കൽ, എന്താ പറയുന്ന, പവറുകളുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇഷ്ടം പോലെ ഇത് സിനിമ സീരീസുകൾ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സാധനങ്ങൾ കണക്റ്റ് ആവും. അതായത് നമ്മൾ പഠിക്കണമെന്ന് പറഞ്ഞ് പഠിക്കുന്നതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് ഫീഡ് ആവുന്നതാണ്. ഓക്കെ. അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഈ സിനിമ സീരീസുകളൊക്കെ കാണുന്നതുകൊണ്ട് യൂസ്ഫുൾ ആയിട്ട് വരാറുണ്ട്. പ്രത്യേകിച്ചും ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ നല്ല യൂസ് ആയിട്ട് വരാറുണ്ട്. അങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ വേർഡ്സിനേക്കാളും പവർഫുള്ളായിട്ട് നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്യാൻ പോകുന്ന ഫോട്ടോസും വീഡിയോസും ആയിരിക്കും. അതങ്ങനെ വരുന്നത്. ഇപ്പോൾ ഒരു സീന് നിങ്ങൾക്ക് ഒരാളുമായിട്ട് നിങ്ങൾ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലോട്ട് കണക്റ്റ് ആകത്തില്ല. പക്ഷെ അങ്ങേരുടെ മുഖവും ആ ഒരു സന്ദർഭമൊക്കെ പെട്ടെന്ന് കണക്റ്റ് ആവും. അത് നമ്മുടെ ഹ്യൂമൻ നേച്ചറാണ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയി കഴിഞ്ഞാൽ, ദ സ്റ്റുഡൻറ് ഹു ഐഡിയലി ഓർ വിത്തൗട്ട് എക്സ്ക്യൂസ് ആബ്സെന്റ് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് ഫ്രം സ്കൂൾ. സ്കൂളിൽ നിന്ന് എന്ത് ചെയ്യുക? മനഃപൂർവ്വം ആബ്സെന്റ് ആകുക. എന്താ പറയുന്നതിനെ? ട്രോണ്ട് എന്ന് നമ്മൾ പറയുന്നത്. എന്തെന്ന് പറയും? ട്രോണ്ട്. ഓക്കെ, ട്രോണ്ട്. ഓക്കെ. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ കിടക്കുന്ന വേർഡുകള വാഗ്രന്റ്. വാഗ്രന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതിന്റെ പാരലായിട്ട് ഇങ്ങനെ ഒരു പേഴ്സണെ ഡിനോട്ട് ചെയ്യുന്ന വൺ വേർഡുകൾ ഞാൻ പറഞ്ഞു തരാവേ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റ് ആവും. വാഗ്രന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ഥിരമായിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ ഇതില്ല, നമ്മൾ, അതായത് ഒരു സ്ഥലത്ത് ഒരു വീടില്ല, ജോലിയില്ല, ബെഗ് ചെയ്തിട്ടാണ് ജീവിതം വെക്കുന്നത്. അതിനെ വാഗ്രന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, ബെഗർ എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റിനറന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇറ്റിനറന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരാൾ ഒരു സ്ഥലത്ത് നിന്ന്, ഇറ്റിനററി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതായത് നമ്മൾ ടൂറൊക്കെ പോകുമ്പോഴത്തേക്ക് ഏതൊക്കെ സ്ഥലം വിസിറ്റ് ചെയ്യുന്നു, ഉം, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഇതെന്താ കിടക്കുന്നത്? ഇറ്റിനറന്റ്. ഇറ്റിനറന്റ് എന്ന് വെച്ചുമ്പോൾ എന്തായിരിക്കും? ഈ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ടേക്ക് ട്രാവൽ ചെയ്യുന്ന വ്യക്തി അല്ലേ, അതിന് ഇറ്റിനറന്റ് എന്ന് പറയാം. ഇനി മൈഗ്രന്റ് അറിയായിരിക്കും. മൈഗ്രേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെയുണ്ട് ഇതുപോലെ വാഗാബോണ്ട് എന്നുണ്ട്. വാഗാബോണ്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ട്രാവൽ ചെയ്യുക വിത്തൗട്ട് ജോബ് ആൻഡ് ഹൗസ്. ഓക്കെ. നിങ്ങൾ ഇൻറ്റു ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞ പടമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ കണക്ട് ചെയ്തെടുക്കാം.
ഇതെല്ലാം ഇംഗ്ലീഷ് മൂവീസ് ആണ് കൂടുതലും. ഞാൻ ഇതിനകത്ത് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഇംഗ്ലീഷ് മൂവീസും മലയാളം മൂവീസിലെ സീനായിരിക്കും. അത് കൂടുതൽ കണക്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കഴിഞ്ഞാൽ പേഴ്സൺ ഹൂ ഈറ്റ് ഫ്ലഷ് ഓർ അതർ ഹ്യൂമൻ ബീയിങ്. എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വന്ന ഏതാണെന്നറിയോ? മറ്റേ അത്ഭുത ദ്വീപിലെ മറ്റേ അങ്ങേറെ കാനിബൽ. കാനിബൽ. ഓക്കെ, അതായത് ഹ്യൂമൻ ഫ്ലഷ് ഈറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഞാൻ ഇതിന് പാരലായിട്ട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ടിങ്, എന്താ പറയുക, ആൾക്കാരെ ബേസ് ചെയ്തിട്ടുള്ള വൺ വേർഡ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ കൂടുതൽ നിങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യം വരുന്നതാണ് അഗ്നോസ്റ്റിക്. അഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ ഒന്നുമില്ല. ഓക്കെ, ഞാൻ ടൈപ്പിംഗ് കൂടി ചെയ്യാം. ഓക്കെ, അഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് വൺ ഹൂ ഇസ് നോട്ട് ഷുവർ അബൌട്ട് ഗോഡ്സ് എക്സിസ്റ്റൻസ്. ഒരാൾ ദൈവത്തിൻ്റെ എക്സിസ്റ്റൻസിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ എന്തെന്ന് പറയാം? അഗ്നോസ്റ്റിക് എന്ന് പറയാം. അതേസമയം ദൈവത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം? എത്തിസ്റ്റ് എന്ന് പറയാം. എത്തിസ്റ്റ് എന്ന് പറയാം, അല്ലേ? ഇതുണ്ട് അമച്വർ. അമച്വർ എന്താണ്? അമച്വർ നോട്ട് പ്രൊഫഷണൽ, അല്ലേ? പ്രൊഫഷണൽ അല്ലാത്തൊരു വ്യക്തിനെ അമച്വർ എന്ന് പറയാം. ഓക്കെ, അമച്വർ എന്ന് പറയാം. ഇനി ആംബി ഡെക്സ്ട്രസ്. ആംബി എന്ന് പറയുമ്പോൾ തന്നെ രണ്ട് എന്ന് പറയുന്ന മീനിങ് ആണ്. ഓക്കെ, രണ്ട്. ആംബി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? രണ്ട് എന്ന് പറയുന്ന മീനിങ് വരും. ഓക്കെ, എങ്ങനെ കണക്ട് ചെയ്യാം? അതായത് അന്യനകത്ത് കണ്ടിട്ടില്ല അമ്പി. അമ്പി എന്ന് പറയുമ്പോൾ റിമോയുടെയും അന്യൻ്റെയും ഇടക്ക് കിടക്കുന്നു. അമ്പി അന്യൻ്റെയും റിമോൻ്റെയും ഇടക്ക് കിടക്കുന്നു. രണ്ട്. ആംബി ഡെക്സ്ട്രസ്. ഡെക്സ്റ്റർ എന്ന് പറയുന്ന വീട്. ഡെക്സ്റ്റർ എന്തിനാ? പഠിത്തമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡെക്സ്റ്റർ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇറേസ് ചെയ്യാൻ, അല്ലേ? അപ്പോൾ ആംബി ഡെക്സ്ട്രസ്. ആംബി ഡെക്സ്ട്രസ്. ഡെക്സ്ട്രസ് പഠിത്തത്തിനേക്ക് റിലേറ്റ് ചെയ്ത് കിടക്കുന്നതല്ലേ? ആംബി ഡെക്സ്ട്രസ് എന്ന് പറയുമ്പോൾ എന്തുവാ? രണ്ട് കൈയും യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നു. രണ്ട് കൈയും യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നതിന് എന്തെന്ന് പറയും? ആംബി ഡെക്സ്ട്രസ് എന്ന് പറയും. ഓക്കെ, ദെൻ ആർബിട്രേറ്റർ. കേട്ടിട്ടുണ്ടാവും, കുറേ പടത്തിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ആർബിട്രേറ്റർ. ആർബിട്രേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു രണ്ട് ആൾക്കാർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്ക് ഇടയിൽ പ്രശ്നമുണ്ടായി. അപ്പോൾ അതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരാളെ നിർത്തും. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ആർബിട്രേറ്റർ എന്ന് പറയും. എന്തെന്ന് പറയും? ആർബിട്രേറ്റർ. ഓക്കെ, ദെൻ അടുത്ത ബൊഹമെയിൻ. കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ പടം കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ബൊഹമെയിൻ റാപ്സഡി ഒരു ഇംഗ്ലീഷ് പടമാണ്. കണ്ടിട്ടുള്ളവർക്ക് അത് കണക്റ്റ് ആവും, ബൊഹമെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ബൊഹമെയിൻ സംഭവം എന്താണ്? ബൊഹമെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകൺവെൻഷണൽ സ്റ്റൈൽ ഓഫ് ലീവിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്? ബൊഹമെയിൻ എന്ന് പറയുന്നത്. അൺകൺവെൻഷണൽ സ്റ്റൈൽ ഓഫ് ലീവിങ്ങിന് എന്തെന്ന് പറയും? ബൊഹമെയിൻ എന്ന് പറയും. ഓക്കെ, ദെൻ കാക്കോ എന്ന് പറയുന്ന വേർഡ് ഇംഗ്ലീഷിൽ മീൻ ചെയ്യുന്നത് തന്നെ ബാഡ് എന്നാണ് മീൻ. കാക്കോ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ മീൻ ചെയ്യുന്നത് എന്താണ്? ബാഡ്. ഓക്കെ, ഗ്രാഫി എന്ന് പറയുമ്പോൾ എഴുത്ത്, വായന, ഇതൊക്കെ റിലേറ്റ് ചെയ്താൽ. അപ്പോൾ കാക്കോഗ്രാഫി. കാക്കോഗ്രാഫി എന്ന് പറയുമ്പോൾ എന്ത് വരും? കാക്കോഗ്രാഫിസ്റ്റ്. കാക്കോഗ്രാഫിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മീനിങ് എന്താ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഹൂ ബാഡ് ഇൻ സ്പെല്ലിംഗ്. വൺ ഹൂ ബാഡ് ഇൻ സ്പെല്ലിംഗ് എന്തെന്ന് പറയും? കാക്കോഗ്രാഫിസ്റ്റ്. കാക്കോഗ്രാഫിസ്റ്റ്. ഉണ്ട് ഷോവനിസ്റ്റ്. ഷോവനിസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മെയിൽ ഷോവനിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഷോവനിസ്റ്റ്. ഓക്കെ, സ്പെല്ലിംഗ് ഓർത്ത് വെച്ചേക്കണം, കാരണം പ്രൊണൗൺസ് ചെയ്യുന്ന അങ്ങനെയും സ്പെല്ലിംഗ് വരുമ്പോഴത്തേക്ക് സി ആണ് വരുന്നത്. ഷോവനിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഐഡിയയിൽ തന്നെ ബ്ലൈൻഡ്ലി വിശ്വസിക്കുന്ന എ പേഴ്സൺ ഹു ഈസ് ബ്ലൈൻഡ്ലി ഡിവോട്ടഡ് ടു ആൻ ഐഡിയ. എ പേഴ്സൺ ബ്ലൈൻഡ്ലി ഡിവോട്ടഡ് ടു ആൻ ഐഡിയ എന്താ പറയുന്നത്? ഷോവനിസ്റ്റ് എന്ന് പറയും. എന്തെന്ന് പറയും? ഷോവനിസ്റ്റ്. ഓക്കെ, ദെൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എന്താ പറയുക, ബിംബിസാര ഇസ് എ കണ്ടംപററി ഓഫ് ഗൗതമ ബുദ്ധ. ഓക്കെ, ഇത് ഹിസ്റ്ററിയിൽ കേട്ടിട്ടുണ്ടാവും, കണ്ടംപററി എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടംപററി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന, ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കണ്ടംപററീസ്. ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ വൺ ഹൂ ലീവ്, പേഴ്സൺസ് ലീവിങ് അറ്റ് ദ സെയിം ടൈം. പേഴ്സൺസ് ലീവിങ് അറ്റ് ദ സെയിം ടൈം എന്തെന്ന് പറയാം? നമുക്ക് കണ്ടംപററീസ് എന്ന് പറയാം. കണ്ടംപററീസ് എന്ന് പറയാം. ഓക്കെ, ഓർത്ത് വെച്ചേക്കണേ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇതൊക്കെ ഈ പറയുന്ന സാധനം എപ്പോഴും ചോദിക്കുന്ന ഐറ്റം.
അതായത് ഇതിൻ്റെ മീനിങ് ഒന്നെങ്കിൽ വേർഡ് എന്നിട്ട് നേരെ തിരിച്ചു ചോദിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു സെൻറ്റൻസ് എന്നിട്ട് അതിൻ്റെ വൺ വേർഡ് ചോദിക്കും. അടുത്താണ് കോൺവാലസെൻ്റ്. കോൺവാലസെൻ്റ് എന്ന് പറയുമ്പോൾ അസുഖത്തിൽ നിന്നും റിക്കവർ ചെയ്യുക. വൺ ഹൂ ഈസ് റിക്കവറിങ് ഫ്രം ഹെൽത്ത് ആൻഡ് ഇൽനെസ് എന്ന് പറയുമ്പോൾ ഹെൽത്ത് ആഫ്റ്റർ ഇൽനെസ്. വൺ ഹൂ ഈസ് റിക്കവറിങ് ഫ്രം ഹെൽത്ത് ആഫ്റ്റർ ഇൽനെസ് എന്തെന്ന് പറയും? കോൺവാലസെൻ്റ് എന്ന് പറയും. വൺ ഹൂ റിക്കവർ ഫ്രം ഹെൽത്ത് ആഫ്റ്റർ ഇൽനെസ് എന്തെന്ന് പറയാം? കോൺവാലസെൻ്റ് എന്ന് പറയാം. അതുപോലെ വരുന്നതാണ് കോസ്മോപൊളിറ്റൻ. അതുപോലെയല്ല, കോസ്മോപൊളിറ്റൻ. കോസ്മോപൊളിറ്റൻ എന്ന് പറയുമ്പോൾ കോസ്മോ എന്ന് പറയുമ്പോൾ ലോകം, മൊത്തം ലോകം കണക്ട് ചെയ്യുന്ന. കോസ്മോപൊളിറ്റൻ എന്ന് പറയുമ്പോഴത്തേക്ക് ലോകം മുഴുവനും അവൻ്റെ രാജ്യം അല്ലെങ്കിൽ വീട് ആണെന്ന് വിശ്വസിക്കുന്നവൻ. പേഴ്സൺ ഹൂ റിഗാർഡ്സ് ദ ഹോൾ വേൾഡ് ആസ് ഹിസ് കൺട്രി. പേഴ്സൺ ഹൂ റിഗാർഡഡ് ആസ് ഹോൾ വേൾഡ് ആസ് ഹിസ് കൺട്രി നമുക്ക് എന്തെന്ന് പറയാം? കോൺവാലസൻ അല്ല, കോസ്മോപൊളിറ്റൻ എന്ന് പറയും. കോസ്മോപൊളിറ്റൻ എന്ന് പറയും. ഓക്കെ. അടുത്ത സൈനോഷുവർ. ഓക്കെ, അടുത്തെന്താണ്? സൈനോഷുവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇതിൻ്റെയൊക്കെ പ്രൊണൗൺസിയേഷൻ ഇങ്ങനെ തന്നെയാണോ അറിയില്ല, ഞാൻ ഏതായാലും ഇങ്ങനെ വായിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വൺ ഹൂ ഈസ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഒരു സ്ഥലത്ത് ഒരു ഇവൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ അതിൽ വൺ ഹൂ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ, അതിനെ നമുക്ക് എന്താണെന്ന് പറയാം? സിനോഷുവർ എന്ന് പറയാം. ഓക്കെ. അടുത്ത ഡെമഗോഗ്. ഡെമോക്രാറ്റിക് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡെമോക്രാറ്റിക് എന്താ? ഡെമോക്രസിയായിട്ട് റിലേറ്റ് ചെയ്താ. ഇപ്പോൾ ഡെമഗോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഗോഗ് എന്ന് പറയുന്നത് നമ്മളിനി കാണും, ലീഡറിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാണുവേ. ഓക്കെ. എ ലീഡർ ഹൂ സ്വേസ് ഹിസ് ഫോളോവർ ബൈ ഹിസ് ഒറേറ്ററി. എ ലീഡർ ഹൂ സ്വേസ് ഹിസ് ഫോളോവേഴ്സ് ബൈ ഹിസ് ഒറേറ്ററി. അതെന്താ പറയാം? ഡെമഗോഗ് എന്ന് പറയാം. ഡെമഗോഗ്. പിന്നെ അടുത്താണ് എഫിമിനേറ്റ്. എന്താണ് എഫിമിനേറ്റ്? എഫിമിനേറ്റ് എന്ന് പറയുമ്പോൾ ഇതിലെ ചാന്തുപൊട്ടിലെ ഫിലിമിറ്റുകാരൻ്റെ ക്യാരക്ടർ എഫിമിനേറ്റ് എന്ന് പറയാം. മാൻ ഹൂ ഈസ് വുമണിഷ് ഇൻ ഹാബിറ്റ്സ്. മാൻ ഹൂ ഈസ് വുമണിഷ് ഇൻ ഹാബിറ്റ്സ്. മാൻ ഹൂ ഈസ് വുമണിഷ് ഇൻ ഹാബിറ്റ്. എഫിമിനേറ്റ് എന്ന് പറയാം. എഫെമിനേറ്റ്. ഫെമിനിസം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? എഫിമിനേറ്റ്. ഓക്കെ. ദെൻ ഈഗോയിസ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈഗോയിസ്റ്റ് നമുക്കുണ്ട്. ഈഗോയിസ്റ്റ് പഠിക്കാനുണ്ട്. അതുപോലെ എന്തും പഠിക്കാനുണ്ട്? ഈഗോട്ടിസ്റ്റും പഠിക്കാനുണ്ട്. ഈഗോട്ടിസ്റ്റും പഠിക്കാനുണ്ട്. ഈഗോയിസ്റ്റ് കേട്ടിട്ടുണ്ടാവും. സ്വന്തം കാര്യങ്ങൾ അല്ലേ? ലവർ ഓഫ് വൺ സെൽഫ് ഓർ വൺസ് അച്ചീവ്മെന്റ്. ലവർ ഓഫ് വൺ സെൽഫ് ഓർ വൺസ് അച്ചീവ്മെന്റിന് നമുക്ക് എന്തെന്ന് പറയാം? ഈഗോയിസ്റ്റ് എന്ന് പറയും. ഈഗോയിസ്റ്റ്. അതേസമയം ഈഗോട്ടിസ്റ്റ് എന്താ പറയുന്ന? സ്വന്തം അച്ചീവ്മെന്റിനെ പറ്റി ബ്ലാ 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 പുകഴ്ത്തി പറയുന്ന അല്ലേ? ഈഗോട്ടിസ്റ്റ്. ഈഗോയിസ്റ്റ് എന്താണ് പറയുന്നത്? ലവർ ഓഫ് വൺ സെൽഫ് ആൻഡ് വൺസ് അച്ചീവ്മെന്റ് ആണ് ഈഗോയിസ്റ്റ് എന്ന് പറയുന്നത്. സോറി, സ്വന്തം അഡ്വാൻസ്മെന്റ്, അതായത് സ്വന്തം കാര്യം നോക്കി പോവുക, അതാണ് ഈഗോയിസ്റ്റ്. ഈഗോട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്വന്തം അച്ചീവ്മെന്റുകളെ ഇങ്ങനെ പുകഴ്ത്തി പറയത്തില്ലേ, അതിനെ പറയും. ദെൻ എമിഗ്രൻ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. എമിഗ്രൻ്റ് അതായത് ഒരാൾ ഇവിടുന്ന് നാട് വിട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നുണ്ട് എമിഗ്രേഷൻ എന്നാണ് എഴുതിയിരിക്കുന്നത് എയർപോർട്ടിൽ അല്ലേ? അപ്പോൾ പേഴ്സൺ ഹൂ ലീവ്സ് ഹിസ് കൺട്രി ഓർ ടു സെറ്റിൽ അനദർ കൺട്രി എന്തെന്ന് പറയാം? എമിഗ്രൻ്റ്. ഞാനിത് പറയുന്നതും ഏകദേശം ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെയാണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ. അടുത്താണ് എപ്പിക്യൂർ. എന്താണ് എപ്പിക്യൂർ? ഇതിനകത്ത് ബിജുമേൻ്റെ ക്യാരക്ടറാണെന്ന് ഓർക്കുക. അപ്പം എപ്പിക്യൂർ എന്തായിരിക്കും? എപ്പിക്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരുപാട് കുടിക്കുകയും തിന്നുകയും ചെയ്യുന്നുണ്ട് അല്ലേ ആ ഫിലിമിൽ. അപ്പോൾ വൺ ഹൂ ഈസ് പ്ലഷർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. വൺ ഹൂ ഈസ് പ്ലഷർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. അതാണ് എന്താ പറയുന്നത്? എപ്പിക്യൂർ എന്ന് പറയാം. എന്തെന്ന് പറയാം? എപ്പിക്യൂർ. ഓക്കെ. ഇനി ഒരാളെ പ്ലീസ് ചെയ്യാൻ ഭയങ്കര പാടാണ് എങ്കിൽ, നമുക്ക് എന്ത് പറയാം? ഫാസ്റ്റുവേഴ്സ് എന്ന് പറയാം. ഓക്കെ. ഹാർഡ് ടു പ്ലീസ്, അല്ലെങ്കിൽ ഭയങ്കര സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയാണ് ഫാസ്റ്റീഡിയസ്. നമുക്ക് എന്തെന്ന് പറയാം? ഫാസ്റ്റീഡിയസ്. ഓക്കെ, അങ്ങനെ പറയാം. ദെൻ ഈ ഒരു ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഗവൺമെന്റ് എന്നും പറയാം.
ഇതിലെ ബിജുമേൻ്റെ ക്യാരക്ടറെ ഞാൻ ഗവൺമെന്റ് എന്നും വിളിക്കാൻ താല്പര്യപ്പെടുന്നു. ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഗവൺമെന്റ് ഗവൺമെന്റ് എന്നും പറയാം. ഗവൺമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ലവർ ഓഫ് ഗുഡ് ഫുഡ്. ലവർ ഓഫ് ഗുഡ് ഫുഡ്. എപ്പിക്യൂർ ഉണ്ട്, ഗവൺമെന്റും ഉണ്ട്. എപ്പിക്യൂർ എന്തായിരുന്നു? വൺ ഹൂ ഈസ് പ്ലഷർ ഓഫ് ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്. എപ്പിക്യൂർ. ദെൻ അത് ഗവൺമെന്റ് എന്താണ്? നല്ല ഫുഡിനെ ലവ് ചെയ്യുന്നു. ദെൻ ഈവൻ ഈ സിനിമയിൽ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ പറയുന്നത് ഫ്യുഗേറ്റീവ് ആണെന്ന് പറയുന്നു. ഈ ജയിലൊക്കെ ചാടിപ്പോകത്തില്ലേ, അതിനെ നമുക്ക് ഫ്യുഗേറ്റീവ് എന്ന് പറയാം. ഓക്കെ, ഫ്യുഗേറ്റീവ്. വൺ ഹൂ ഈസ് റൺസ് അവേ ഫ്രം ജസ്റ്റിസ്. ഫ്യുഗേറ്റീവ് എന്ന് പറയാം. ഫ്യുഗേറ്റീവ് എന്ന് പറയും. ഓക്കെ. ദെൻ ഹെൻ പെക്ഡ് ഉണ്ട്. ഹെൻ പെക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻ പെക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആ ഹെൻ പെക്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിനെ കണ്ടിട്ടില്ലേ? ഭാര്യയുടെ പുറകെ ഇങ്ങനെ പൂവൻ കോഴി ഇങ്ങനെ തുള്ളി തുള്ളി പോകുന്നത്. അതുപോലെ തന്നെ ഹസ്ബൻഡ് റൂൾഡ് ബൈ ഹിസ് വൈഫിനെ എന്ന് പറയും ഹെൻ പെക്ഡ് എന്ന് പറയും. ഹെൻ പെക്ഡ്. ദെൻ എച്ചിൽ തന്നെ ഉള്ളതാണ് ഹൈബ്രോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ സുപ്പീരിയർ ആണ്, ഭയങ്കര ഇതാണെന്ന് വിശ്വസിക്കുന്നു. ഹൈബ്രോ. എ പേഴ്സൺ ഈസ് കൺസിഡറിങ് ഹിംസെൽഫ് ടു ബി സുപ്പീരിയർ ഇൻ കൾച്ചർ ആൻഡ് ഇന്റലക്ട്. എന്താണ് ഹൈബ്രോ? എന്താണ്? എ പേഴ്സൺ ഈസ് കൺസിഡറിങ് ഹിംസെൽഫ് ടു ബി സുപ്പീരിയർ കൾച്ചർ ആൻഡ് ഇന്റലക്റ്റിനെ നമുക്ക് എന്തെന്ന് പറയാം? ഹൈബ്രോ എന്ന് പറയാം. ഹൈബ്രോ. അടുത്ത ഐക്നോ ക്ലാസ്. അത് ഞാനിങ്ങനെ വിചാരിച്ചിരിക്കുന്ന ഐക്കൺസ് എല്ലാം ക്ലാഷ് ചെയ്ത് കളയുന്നു, തല്ലിപ്പൊട്ടിക്കുന്നു, തച്ചുടയ്ക്കുന്നു. ഐക്കൺസിനെ എല്ലാം ക്ലാഷ് ചെയ്ത് കളയുന്നു. അങ്ങനെ പഠിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഐഡിയോളജിനെ എല്ലാം എന്ത് ചെയ്യും? ക്ലാഷ് ചെയ്യുന്നു. എന്ത് പറയാം? വൺ ഹൂ ഈസ് ബ്രേക്കർ ഓഫ് ഇമേജസ് ആൻഡ് ട്രഡീഷൻ. എന്തെന്ന് പറയാം? ഐക്നോക്ലാസ്റ്റ്. ദെൻ അറിയായിരിക്കും ഇലിട്രേറ്റ്. എന്താണ്? എഴുത്തും വായന അറിയാൻ മേലാത്ത ഇലിട്രേറ്റ്. അടുത്ത ഇംപ്രഗ്നബിൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നബിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഫോഴ്സ് ചെയ്ത് അകത്ത് കയറ്റുക. അപ്പൊ ഇംപ്രഗ്നബിൾ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് കനോട്ട് ബി എൻറ്റേർഡ് ബൈ ഫോഴ്സ്. അതാണ് എന്തെന്ന് പറയുന്നത്? ഇംപ്രഗ്നബിൾ. ഓക്കെ. അടുത്ത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോസ്റ്റർ. ഓക്കെ, ഇതിൽ വിജയന്റെ ക്യാരക്ടർ എന്ന് പറയാം. ഇമ്പോസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വൺ ഹൂ ഈസ് പ്രിറ്റൻഡ് ടു ബി സംബഡി എൽസ്. ഇമ്പോസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോൾ വൺ ഹൂ ഈസ് പ്രിറ്റൻഡ് ടു ബി സംബഡി എൽസ്. ഇമ്പോസ്റ്റർ. ഓക്കെ. ദെൻ ഇന്ന് വെച്ചിട്ട് കുറേ പേരുണ്ട്, അത് ഞാൻ വേറെ സന്ദർഭത്തിൽ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ അല്ലാത്ത കേസ് മാത്രമാണ് പറയുന്നത്. അടുത്ത മിസ്ആന്ത്രോപ്പ്. മിസ് എന്ന് പറയുന്ന വേർഡ് കാണുമ്പോൾ തന്നെ എപ്പോഴും നെഗറ്റീവ് ഓർത്ത് വെച്ചേക്കണം. മിസ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്, ഹേറ്റിന് ഇതാക്കുന്നത്. ആന്ത്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റൂട്ട് വേർഡിനകത്ത് മാൻകൈൻഡ് എന്നാണ്. ആന്ത്രോ എന്ന് പറയുമ്പോൾ റൂട്ട് വേർഡിനകത്ത് എന്താണ്? മാൻകൈൻഡ് എന്നാണ്. അപ്പൊ മിസ്ആന്ത്രോപ്പ് എന്താണ്? ഹേറ്റർ ഓഫ് മാൻകൈൻഡ്. മിസ്ആന്ത്രോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹേറ്റർ ഓഫ് മാൻകൈൻഡ്. ഓക്കെ. മിസ്ആന്ത്രോപ്പ്. അടുത്തത് നെയിം സേക്ക്. എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, നെയിം പേര് അതിനകത്തുണ്ട്. സേക്ക്. ഇനി സേക്ക് എന്താണെന്ന് അറിയാം അല്ലേ? നെയിം, സേക്ക് രണ്ട് വേർഡിന്റെ കോമ്പിനേഷനാണ്. ഒരാള്, അതായത് പേഴ്സൺ ഹാവിങ് ദ സെയിം നെയിം ആസ് അനദർ. അതാണ് നെയിം സേക്ക്. ഓക്കെ. പേഴ്സൺ ഹാവിങ് സെയിം നെയിം ആസ് അനദർ. ദിലീപിന്റെ ഏതൊരു ഫിലിമില് പുള്ളി ഇലക്ഷന് നിൽക്കത്തില്ലേ, ദിലീപും മമതയായിട്ടുള്ള 2 കൺട്രീസിൽ. അതിൽ സ്റ്റാർട്ടിങ്ങിൽ നെയിം സേക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. ആണെന്ന് എനിക്ക് പറയാം. ഓക്കെ. ദെൻ ഒപ്റ്റിമിസ്റ്റ്. എന്താ? എല്ലാത്തിലും പോസിറ്റീവ് കാണുന്ന വ്യക്തി, ഒപ്റ്റിമിസ്റ്റ്. എ പേഴ്സൺ ലുക്സ് അറ്റ് ദ ബ്രൈറ്റ് സൈഡ് ഓഫ് എ തിങ് എന്താണ്? ഒപ്റ്റിമിസ്റ്റ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? പെസ്സിമിസ്റ്റ് ആണ് നേരെ ഓപ്പോസിറ്റ്. ദെൻ മിസാന്ത്രോപ്പും ഹേറ്റർ ഓഫ് മാൻകൈൻഡ് അല്ലേ?
ലവർ ഓഫ് മാൻകൈൻഡിനെ നമ്മൾ എന്തെന്ന് പറയും? ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയും. എന്തെന്ന് പറയും? ഫിലാന്ത്രോപ്പിസ്റ്റ്. ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓക്കെ. ഫിലാന്ത്രോപ്പിസ്റ്റ്. ഇവിടെ ഒരു എച്ച് ഉണ്ട്. ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓക്കെ. ഫിലാന്ത്രോപ്പിസ്റ്റ്. ഫിലാന്ത്രോപ്പിസ്റ്റ്. ഫിലാന്ത്രോപ്പിസ്റ്റ് എന്താണ്? വൺ ഹൂ ലവ്സ് മാൻകൈൻഡ്. അതാണ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. മറ്റേത് ഹേറ്റ് ആണെങ്കിൽ ഇത് ലവ് ആണ്. ഫിലാന്ത്രോപ്പിസ്റ്റ്. ഓക്കെ. നെയിം സേക്ക് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ എന്നിലുള്ള നാർസിസ്റ്റ് പറഞ്ഞില്ല. ഹിറ്റ്ലറിനെ ഓർക്കുക. ഹിറ്റ്ലറിന്റെ പാർട്ടി നാസി പാർട്ടി. ഹിറ്റ്ലർ ഒരു നാർസിസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നാർസിസ്റ്റിന്റെ മീനിങ് ഈ നാസി പാർട്ടിയായിട്ടൊരു ബന്ധമില്ല, ഞാൻ അവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തതേ ഉള്ളൂ. നാർസിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഞാൻ സ്പെല്ലിംഗ് ഒന്ന് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. നാർസിസ്റ്റ്. നാർസിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് NARCISSIT. നാർസിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ, അതവിടെ നിങ്ങൾക്ക് കാണുന്നില്ല, വേണമെങ്കിൽ ഒന്നുകൂടി എഴുതാം. NARCISSIST. നാർസിസ്റ്റ്. നാർസിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? നാർസിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ലവർ ഓഫ് സെൽഫ്. ലവർ ഓഫ് സെൽഫ്. ലവർ ഓഫ് സെൽഫ്. പുള്ളി ഒരു അങ്ങനത്തെ വ്യക്തിയായിരുന്നു. ലവർ ഓഫ് സെൽഫ്. നാർസിസ്റ്റ്. ലവർ ഓഫ് സെൽഫ്. അതാണ് നാർസിസ്റ്റ്. ഇനി കോയിൻസ് കളക്ട് ചെയ്യുന്ന വ്യക്തിനെ, കോയിൻസിന് കളക്ട് ചെയ്യുന്ന വ്യക്തിനെ നമ്മൾ എന്തെന്ന് പറയും? കോയിൻസ് എല്ലാം കളക്ട് ചെയ്യുന്ന വ്യക്തിനെ നമ്മൾ എന്തെന്ന് പറയും? കോയിൻസ് എണ്ണുമാണ്, അപ്പൊ നമ്പർ വേണ്ടേ? അപ്പൊ NINUM. NUM. ന്യൂമിസ്മാറ്റിസ്റ്റ്. എന്തെന്ന് പറയും? ന്യൂമിസ്മാറ്റിസ്റ്റ്. എണ്ണിയെടുക്കുന്നു. സോ നമ്പർ. NUM. ന്യൂമിസ്മാറ്റിസ്റ്റ്. ഓക്കെ. ദെൻ പസിഫിസ്റ്റ്. ഓക്കെ. പസഫിക് സമുദ്രം എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിന് മലയാളത്തിൽ എന്താ പറയുന്നത്? ശാന്ത സമുദ്രം. അതുപോലെ തന്നെയാണ് ഏകദേശം പെസിമിസ്റ്റ് എന്ന് പറയുമ്പോൾ ശാന്തമായിട്ടിരിക്കണം. ശാന്തമായിട്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വാറും കാര്യങ്ങളൊന്നും പാടില്ല, ശരിയല്ലേ? അപ്പൊ ഈ പുള്ളി എന്താ ചെയ്യുന്ന? പസിഫിസ്റ്റ് എന്താ ചെയ്യുന്ന? വൺ ഹൂ ഹേറ്റ്സ് വാർ ആൻഡ് ലവ് പീസ്. വൺ ഹൂ ഹേറ്റ് വാർ ആൻഡ് ലവ് പീസ്. ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? വാറിനെ ഹേറ്റ് ചെയ്യുന്നു, പീസിനെ ലവ് ചെയ്യുന്നു. ഓക്കെ. ഓക്കെ. നമ്മൾ കോയിൻ കളക്ട് ചെയ്യുന്ന ആളിനെ എന്തെന്ന് പഠിച്ചു? ന്യൂമിസ്മാറ്റിസ്റ്റ് എന്ന് പറഞ്ഞു പഠിച്ചു. ഇതേപോലെ തന്നെ സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്നുണ്ട്. സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ആളിനെ നമ്മൾ എന്തെന്ന് പറയും? ഫിലാറ്റലിസ്റ്റ് എന്ന് പറയും. ഫിലാറ്റലിസ്റ്റ് എന്ന് പറയും. സ്റ്റാമ്പ് കളക്ട് ചെയ്യുന്ന ആളിനെ എന്തെന്ന് പറയും? ഫിലാറ്റലിസ്റ്റ് എന്ന് പറയും. ഫിലാറ്റലിസ്റ്റ്. ഫിലാറ്റലിസ്റ്റ്. ഓക്കെ. ദെൻ മരണാനന്തരം അവാർഡുകൾ കിട്ടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പോസ്തുമസ് അല്ലെ? പോസ്തുമസ് അവാർഡ് എന്ന് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കണേ. ഇനി അടുത്തത് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ആള്. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന അസുഖത്തിന് നമ്മൾ കേട്ടിട്ടുണ്ട് സോമനാംബുലിസം. അപ്പോൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ആളിനെ നമ്മൾ എന്തെന്ന് പറയും? സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ കണ്ടിട്ടില്ലേ? ആ പടം തന്നെയാണെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. സോമനാംബുലിസ്റ്റ്. സോമനാംബുലിസ്റ്റ്. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നു. ഇനി ഉറക്കത്തിൽ സംസാരിക്കുന്നത്. ഉറക്കം എന്ന് പറയുമ്പോൾ അവിടെ സോംന എന്ന് പറയുന്ന ടേമുണ്ട്, ബാക്കി സംസാരിക്കണം. സോംനി ലോക്കിസ്റ്റ്. ലോക്യു എന്ന് പറയുമ്പോൾ റൂട്ട് വേഡിനകത്ത് സംസാരിക്കുക എന്നാണ് മീനിങ്. അപ്പൊ സോംനി ലോക്വിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഉറക്കത്തിൽ സംസാരിക്കുക. ഉറക്കിയല്ല, മീൻസ് ഹയർ വോളിയത്തിലല്ല, ഉറക്കം. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സ്ലീപ്പ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കുക. അവിടെ സ്റ്റോയിക്ക് ഏറ്റവും നല്ലത് നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് മഹേഷ് ബാബുവിന്റെ മുഖം ഓർത്താൽ മതി. അതായത് എന്ത് എക്സ്പ്രഷൻ ഉണ്ടെങ്കിലും നോ ചേഞ്ച്. അങ്ങേറെ മുഖത്ത് ഒരു ചേഞ്ചും ഉണ്ടാകത്തില്ല. എന്ത് സങ്കടമാണേലും ശരി, സന്തോഷമാണേലും ശരി, മഹേഷ് ബാബുവിന്റെ മുഖം, തെലുങ്കാന മഹേഷ് ബാബുവിന്റെ മുഖം ഒരുപോലെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സുനിൽ നാരായൺ ക്രിക്കറ്റ് കളിയില, പുള്ളീന്റെ മുഖം ഇങ്ങനെയായിരിക്കും, ഒരു മാറ്റം ഉണ്ടാകത്തില്ല. അപ്പോൾ പേഴ്സൺ ഹൂ ഈസ് ഇൻഡിഫറൻറ്റ് ടു
പെയിൻ ആൻഡ് പ്ലഷർ ഓഫ് ലൈഫ്. പേഴ്സൺ ഹൂ ഈസ് ഇൻഡിഫറൻറ്റ് ടു പെയിൻ ആൻഡ് പ്ലഷർ ഓഫ് ലൈഫ്. ഇൻഡിഫറൻറ്റ് ടു പെയിൻ ആൻഡ് പ്ലഷർ ഓഫ് ലൈഫ്. പെയിൻ ആൻഡ് പ്ലഷർ ഓഫ് ലൈഫ്. അതിനെന്തെന്ന് പറയാം? സ്റ്റോയിക്ക് എന്ന് പറയാം. സ്റ്റോയിക്ക് എന്ന് പറയാം. സ്റ്റോയിക്ക് എന്ന് പറയാം. ഇതിൽ എന്തെങ്കിലുമൊക്കെ വിട്ടു പോകുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇത് ഇവിടെ കൊണ്ട് ഞാൻ അവസാനിക്കാൻ നിർത്തുന്നില്ല. കുറച്ചധികം ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. സ്റ്റോയിക്ക് എന്ന് പറയാവേ. ഇതിനെന്തെന്ന് പറയാം? സ്റ്റോയിക്ക്. സ്റ്റോയിക്ക്. ഓക്കെ. പെഡസ്ട്രിയനൊക്കെ നിങ്ങൾക്ക് കിട്ടും. എന്താ പെഡസ്ട്രിയൻ എന്നൊക്കെ പറയുമ്പോൾ വഴിയ കാൽനട യാത്രക്കാർ. അതൊക്കെ കുഴപ്പമില്ല. ഇതിനുണ്ട് ടീ ടോട്ടലർ. കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. കുറച്ച് പേരെങ്കിലും അതായിരിക്കും. എന്താണ് ടീ? ടീ കുടിക്കുന്ന വല്ല റിലേറ്റ് ചെയ്തിട്ടാണോ? അല്ല. ടീ ടോട്ടലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? മദ്യപാനം നെഹി. വൺ ഹു ഡസ് നോട്ട് ടേക്ക് എനി ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്. മദ്യപാനമില്ല, പുകവലിയില്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. എന്താണ്? വൺ ഹു ഡസ് നോട്ട് ടേക്ക് എനി ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ്. അതിനെന്ന് പറയാം? ടീ ടോട്ടലർ എന്ന് പറയാം. ടീ ടോട്ടലർ എന്ന് പറയാം. ദെൻ ട്രോണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ട്രോണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ? ഇനി അടുത്ത യൂക്സോറിയസ്. 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 യൂക്സോറിയസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ ഭയങ്കരമായിട്ട് ഫോണ്ട് ഓഫ് ഹിസ് വൈഫ്. അതിനെ നമുക്ക് എന്താണെന്ന് പറയാം? യൂക്സോറിയസ് എന്ന് പറയും. യൂക്സോ എന്ന് പറയുന്ന വേർഡ് വൈഫിനെ റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അത് നിങ്ങൾ പിന്നീട് പഠിക്കും. ഈ കൊലപാതകത്തിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് സാധനമുണ്ട്. കില്ലിങ്ങിനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനമുണ്ട്. അതിനകത്ത് യൂക്സോ എന്ന് പറയുന്ന സാധനമുണ്ട്. യൂക്സോ സൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യൂക്സോറിയസ് എന്ന് പറയുമ്പോൾ എന്താ? എക്സ്ട്രീംലി ഫോണ്ട് ഓഫ് വൺസ് വൈഫ്. അതാണ് യൂക്സോറിയസ്. എക്സ്ട്രീംലി ഫോണ്ട് ഓഫ് വൺസ് വൈഫാണ് എന്തെന്ന് പറയുന്നത്? യൂക്സോറിയസ് എന്ന് പറയുന്നത്. വെട്രയൽ കേട്ടിട്ടുണ്ടാവും. ഓക്കെ. ഒരു ജോലിയിൽ ഒരുപാട് കാലം എക്സ്പീരിയൻസ്, അങ്ങനത്തേക്കുള്ള പേഴ്സണാലിറ്റീനെ നമുക്ക് എന്താണെന്ന് പറയാം? വെറ്ററൻ എന്ന് പറയാം. ഓക്കെ. അതുപോലെ തന്നെ മമ്മൂട്ടി വേഴ്സറ്റൈൽ ആക്ടർ എന്ന് പറയാറുണ്ട് അല്ലേ? വേഴ്സറ്റൈൽ. മമ്മൂട്ടി ഒരു വേഴ്സറ്റൈൽ ആക്ടറാണ്. എന്താണ് ഇപ്പോൾ വേഴ്സറ്റൈൽ? വേഴ്സറ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? വേരിയസ് സിറ്റുവേഷൻ അനുസരിച്ച് പുള്ളി ഇങ്ങനെ അപ് ടു ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുമല്ലേ? ഇങ്ങനെ തേച്ച് മിനുക്കിക്കൊണ്ട് ഇരിക്കുമല്ലേ? അപ്പം സെയിം സാധനം തന്നെ. വൺ ഹു അഡാപ്റ്റ്സ് വൺ സെൽഫ് റെഡിലി ടു വേരിയസ് സിറ്റുവേഷൻ. വൺ ഹു അഡാപ്റ്റ്സ് വൺ സെൽഫ് റെഡിലി ടു വേരിയസ് സിറ്റുവേഷൻ. എന്തെന്ന് പറയാം? വേഴ്സറ്റൈൽ എന്ന് പറയാം. വേഴ്സറ്റൈൽ എന്ന് പറയാം. ഓക്കെ. വേഴ്സറ്റൈൽ. ഓക്കെ. അടുത്തത് വിർട്ടുവോസോ. വിർട്ടുവോസോ എന്ന് പറയുമ്പോഴത്തേക്ക് അനിരുദ്ധിനെ ഓർക്കാം. അനിരുദ്ധിനെ ഓർക്കാം. ബെസ്റ്റ് അത് തന്നെയാണ് വിർട്ടോസോ. അതായത് വിർട്ടോസോ എന്ന് പറയുമ്പോൾ ബ്രില്യൻ പെർഫോമർ ഓൺ സ്റ്റേജ്. ബ്രില്യൻ പെർഫോമർ ഓൺ സ്റ്റേജ്. എക്സ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് മ്യൂസിക്. എക്സ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് മ്യൂസിക്. വിർട്ടോസോ. വിർട്ടോസോ. ഓക്കെ. ഇതെങ്കിലും ബേസ് ആയിട്ട് പഠിച്ചു വെക്കണേ. പിന്നെ ഉണ്ട് വോളണ്ടിയർ. കേട്ടിട്ടുണ്ടാവും. സ്വന്തമായിട്ട് സർവീസ് എന്താ പറയുക, ഓഫർ ചെയ്യുക. വൺ ഹു ഓഫേഴ്സ് വൺ സർവീസ്. നമുക്ക് എന്തെന്ന് പറയാം? ഈ പറയുന്ന വോളണ്ടിയർ എന്ന് പറയാം. ഓക്കെ. ദെൻ സാമറിറ്റൻ എന്ന് പറയുന്നുണ്ട്. ആവശ്യമുള്ളവരെ സഹായിക്കുന്ന വ്യക്തി. അതൊക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയിട്ട് അടുത്തൊരു സെറ്റ് ഓഫ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സംഭവം, ഈ വീഡിയോ നിർത്താം. ഇനി അങ്ങോട്ടേക്ക് വീഡിയോകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുവേ, പേടിക്കണ്ട. അപ്പോൾ പേഴ്സൺ ഓർ ആനിമൽ പേഴ്സൺ, ആനിമൽ, പ്ലാന്റ് ബിലോങ് ഒറിജിനലി ടു എ പ്ലേസ്. ഒരു സ്ഥലത്ത് തന്നെ ബിലോങ് ചെയ്യുന്ന എന്താ വെച്ചാൽ ഏതാ? നേറ്റീവ് എന്ന് പറയാം. നമ്മൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലേ? നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇനി വേറെ ഫോറിൻ പ്ലാനറ്റ് അല്ലെങ്കിൽ ഫോറിൻ സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞ് വരുന്നതിന് എന്തെന്ന് പറയാം? ഏലിയൻ എന്ന് പറയാം. ഏലിയൻ. ഏലിയൻ. ഒക്യുപ്പൻ്റ്, റെസിഡൻ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. താമസിക്കുന്ന, ഒക്യുപ്പൈ ചെയ്യുക അല്ലെങ്കിൽ റിസൈഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. ആ അടുത്ത്
ഇത് വേണമെങ്കിൽ പ്രൊഫഷനെ റിലേറ്റ് ചെയ്തിട്ടെന്ന് പറയാം അല്ലേ. ഇത് അവരുടെ പ്രൊഫഷനെ റിലേറ്റ് ചെയ്തിട്ടാണ്. ഇതിന് ഞാൻ അങ്ങനെ അധികം ഉൾപ്പെടുത്തുന്നില്ല, ഇത് കുറച്ച് ഉൾപ്പെടുത്തുന്നുള്ളൂ. ഓക്കെ, ഞാൻ പറയാം. പേഴ്സൺ ഹു ഡ്രോസ് മാപ്സ്, കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത്. മാപ്പ് വരയ്ക്കുന്ന ആളിനെ എന്താ പറയുന്നത്? കാർട്ടോഗ്രാഫ് എന്ന് പറയുന്നത്. കാർട്ടോഗ്രാഫ്. അപ്പോൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ കുറച്ച് വേർഡുകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാമേ. അതിൽ ആങ്കർ, ആങ്കർ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. പെർഫോം സ്റ്റേജ് ഷോ, ടെലിവിഷൻ ഷോ ഇതൊക്കെ ഹോസ്റ്റ് ചെയ്യുന്ന വ്യക്തിനെ ആങ്കർ എന്ന് പറയാം. അതുകൊണ്ട് അത് കുഴപ്പമില്ല. ദെൻ ആന്ത്രപ്പോളജിസ്റ്റ്. ഓക്കെ, ആന്ത്രപ്പോളജിസ്റ്റ്. ഓക്കെ, ആന്ത്രപ്പോളജിസ്റ്റ് എന്താണ്? ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മാൻകൈൻഡ്, എവല്യൂഷൻ ഓഫ് മാൻകൈൻഡിനെ പറ്റി പഠിക്കുന്ന വ്യക്തി. വൺ ഹൂ സ്റ്റഡീസ് എവല്യൂഷൻ ഓഫ് മാൻകൈൻഡ്. എവല്യൂഷൻ ഓഫ് മാൻകൈൻഡ് എന്തെന്ന് പറയാം? ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് പറയാം. ആന്ത്രപ്പോളജിസ്റ്റ്. അസ്ട്രോനോട്ട് അറിയായിരിക്കുമല്ലോ, സ്പേസിലോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന വ്യക്തി. അസ്ട്രോനോട്ട്, ആസ്ട്രോനോട്ട്, ആസ്ട്രോനോട്ട്. ഇത് ഞാനിപ്പോൾ എന്താണ് അവരുടെ പ്രൊഫഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത്. ആസ്ട്രോനോട്ട്. ദെൻ കാലിഗ്രാഫിസ്റ്റ് ഉണ്ട്. കാലി, നിങ്ങൾ എവിടെയൊക്കെ ഈ കാലി എന്ന് പറയുന്ന വേർഡ് കണ്ടിട്ടുണ്ടോ അതൊക്കെ ബ്യൂട്ടിഫുൾ എന്ന മീനിങ്ങാണ് വരുന്നത്. കാലി എന്ന് പറയുമ്പോൾ എന്താ, ഇംഗ്ലീഷിൽ റൂട്ട് വേർഡിനകത്ത് ബ്യൂട്ടിഫുൾ എന്ന്. അതേസമയം കാക്കോ എന്ന് പറയുമ്പോൾ എന്താണ്, ബാഡ് എന്നാണ് മീനിങ്. കാലി എന്ന് പറയുമ്പോൾ ഗുഡ്, മറ്റേത് ബാഡ്. ഇപ്പൊ കാലിഗ്രാഫിസ്റ്റ് എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുൾ ഹാൻഡ് റൈറ്റിംഗ് ഉള്ളൊരു വ്യക്തിനെ, പേഴ്സൺ ഹൂ റൈറ്റ്സ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്, അല്ലെങ്കിൽ നല്ല രീതിക്ക് എഴുതുന്ന വ്യക്തിനെ, ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതുന്ന വ്യക്തിനെ കാലിഗ്രാഫിസ്റ്റ് എന്ന് പറയാം. കാലിഗ്രാഫിസ്റ്റ്. കാർട്ടോഗ്രാഫർ നമ്മൾ കണ്ട്, മാപ്പ് വരയ്ക്കുന്ന വ്യക്തി. ദെൻ കൊറിയോഗ്രാഫർ കേട്ടിട്ടുണ്ടാവും. കൊറിയോഗ്രാഫർ എന്താ, ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ കൊറിയോഗ്രാഫർ. ഡാൻസിന്റെ സ്റ്റെപ്പൊക്കെ എന്ത് ചെയ്യുന്നു, ടീച്ച് ചെയ്യുന്ന വ്യക്തിയില്ലേ കൊറിയോഗ്രാഫർ, കേട്ടിട്ടുണ്ടാവും. കൊറിയോഗ്രാഫർ ഒരു ഈ കൂടിയുണ്ട്. ഓക്കെ, ഇതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള മിസ്റ്റേക്ക് ഉണ്ട്, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കണേ. ദെൻ ഷോഫർ ഉണ്ട്. ഷോഫർ. ഷോഫർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കാറൊക്കെ റൈഡ് ചെയ്യുന്ന വ്യക്തിയില്ലേ, അദ്ദേഹത്തിന് നമ്മൾ ഷോഫർ എന്ന് പറയും. വൺ ഹൂ ഡ്രൈവ്സ് മോട്ടോർ കാർ. വൺ ഹൂ ഡ്രൈവ്സ് മോട്ടോർ കാർ എന്തെന്ന് പറയാം? ഷോഫർ എന്ന് പറയാം. ഷോഫർ എന്ന് പറയാം. ഷോഫർ. ദെൻ നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുന്ന വ്യക്തിയാണെങ്കിൽ നൈറ്റ് അറ്റ് ദ മ്യൂസിയം കണ്ടിട്ടുണ്ടാവും. ഈ നൈറ്റ് അറ്റ് ദ മ്യൂസിയത്തിലെ ഈ നടൻ എന്താണ്, ഒരു ക്യൂറേറ്ററാണ്. ക്യൂറേറ്ററാണ്. അപ്പോൾ ക്യൂറേറ്റർ എന്താണ്, മ്യൂസിയത്തിൻ്റെ നോക്കുന്ന വ്യക്തി അല്ലേ. മ്യൂസിയം, വൺ ഹൂ ഇൻചാർജ് ഓഫ് മ്യൂസിയം. ഓക്കെ, സെക്യൂരിറ്റി അല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടാ. ഈ മ്യൂസിയം നോക്കുന്ന വ്യക്തി, വൺ ഹൂ ഇസ് എന്താ പറയുക, ഇൻചാർജ് ഓഫ് മ്യൂസിയം. ഓക്കെ, ഈ പടം മനസ്സിലോട്ട് വന്നാൽ മതി. അതിലങ്ങേര് സെക്യൂരിറ്റി ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ മതി, നൈറ്റ് ഫുൾ ഇങ്ങേരായിരുന്നു നോക്കുന്നത്, നൈറ്റ് അറ്റ് ദ മ്യൂസിയം. അപ്പോൾ വൺ ഹൂ ഇൻചാർജ് ഓഫ് എന്തെന്ന് പറയണം, മ്യൂസിയം ആണ് എന്തെന്ന് പറയുന്നത്, ക്യൂറേറ്റർ എന്ന് പറയുന്നത്. ക്യൂറേറ്റർ. ഇനി ഫ്ലോറിസ്റ്റ് ഉണ്ട്. ഫ്ലോറിസ്റ്റ്, ഫ്ലവർ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ആയിരിക്കും അല്ലേ ഫ്ലോറിസ്റ്റ് എന്ന് പറയുമ്പോൾ. ഫ്ലവർ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും അല്ലേ. സെയിം ആണ്. വൺ ഹൂ ഡീൽസ് ഇൻ ഫ്ലവർ. വൺ ഹൂ ഡീൽസ് ഇൻ ഫ്ലവേഴ്സ് ആണ് എന്തെന്ന് പറയുന്ന ഫ്ലോറിസ്റ്റ്. ദെൻ എക്സാം ഒക്കെ വരുമ്പോഴത്തേക്ക് എക്സാം മീൻസ് എക്സാമിനെ നോക്കി നടത്തുന്ന ആൾക്കാരില്ലേ, അതിനെ നമ്മൾ എന്തെന്ന് പറയും, ഇൻവിജിലേറ്റർ എന്ന് പറയും അല്ലേ. ഇൻവിജിലേറ്റർ, ഇൻവിജിലേറ്റർ, ഇൻവിജിലേറ്റർ. ദെൻ അടുത്തത് നമ്മൾ പണ്ടിട്ടേ ഉള്ളൊരു പേനയാണ് ലെക്സി. ഞാൻ ഈ ലെക്സി വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ ഡിക്ഷണറി എഴുതുമെന്ന് വിചാരിക്കുക. ലെക്സിയുടെ പേന പെട്ടെന്ന് തീരൂല, മഷി തീരത്തില്ല. അപ്പോൾ ഞാൻ അതെന്ത് ചെയ്യുന്നു, അത് വെച്ച് ഡിക്ഷണറി എഴുതുന്നു. അപ്പോൾ എന്നെ എന്ത് വിളിക്കാം, ലെക്സിക്കോഗ്രാഫർ എന്ന് വിളിക്കാം. ലെക്സി വെച്ചിട്ട് ഡിക്ഷണറി എഴുതുന്ന വ്യക്തി ലെക്സിക്കോഗ്രാഫർ. ലെക്സിക്കോഗ്രാഫർ. ഓക്കെ, റേഡിയോ ജോക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, റേഡിയോ പരിപാടി ഹോസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ പ്രസന്റ് ചെയ്യുന്ന വ്യക്തി. ഓക്കെ, ദെൻ സെഫലോളജിസ്റ്റ് ഉണ്ട്. സെഫലോളജിസ്റ്റ്. ഓക്കെ, സെഫലോളജിസ്റ്റ്. സെഫലോളജിസ്റ്റ് എന്താണ് സാധനം? സെഫലോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ, സെഫലോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഇലക്ഷനെ പറ്റി പഠിക്കുന്ന സ്റ്റഡീനെയാണ് സെഫലോളജി എന്ന് പറയുന്നത്. അപ്പം സെഫലോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും,
സ്റ്റെപ്പലോളജിസ്റ്റ് എന്ന് വെച്ച് കഴിയുമ്പോൾ വൺ ഹു സ്റ്റഡി ദ പാറ്റേൺ ഓഫ് വോട്ടിംഗ് ഇൻ ഇലക്ഷൻ. വൺ ഹു സ്റ്റഡി ദ പാറ്റേൺ ഓഫ് വോട്ടിംഗ് ഇൻ ഇലക്ഷൻ എന്താണ് പറയുന്നത്? സ്റ്റെപ്പലോളജിസ്റ്റ് എന്നാണ് പറയുന്നത്. സെഫലോളജിസ്റ്റ്. അതേപോലെ കാർട്ടോഗ്രാഫി എന്തായിരിക്കും? എന്തിനെ പറ്റിയുള്ള പഠനമായിരിക്കും? മാപ്പ് മേക്കിങ്ങിനെ പറ്റിയുള്ള പഠനം. അത് നമുക്ക് പിന്നീട് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. ദെൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്കൾപ്ചർ. ഇപ്പോൾ എന്താ പറയാ, നമ്മുടെ ജഡായു പാറയുടെ സ്കൾപ്ചർ ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ റാം സുധാർ ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. മറ്റേ നമ്മുടെ പട്ടേലിൻ്റെ പ്രതിമ ക്രിയേറ്റ് ചെയ്ത ഇവരെല്ലാം സ്കൾപ്ചർ എന്നാണ് പറയുന്നത്. സ്കൾപ്ചർ അപ്പം എന്താണ്? വൺ ഹു ഗീവ് ഷേപ്പ് ടു സ്റ്റോൺ. വൺ ഹു ഗീവ് ഷേപ്പ് ടു സ്റ്റോൺ, അതായത് ഈ പറയുന്ന ഇതിൽ കൊത്തുപണി എടുക്കുന്ന വ്യക്തികൾ. ഓക്കെ. ദെൻ അവസാനത്തത്, ഇന്നത്തെ അവസാനത്തത്, ആ പരുന്ത് ഫിലിമിലെ മമ്മൂട്ടി. പരുന്ത് ഫിലിമിലെ മമ്മൂട്ടി എന്താണ്? നമുക്ക് വേണമെങ്കിൽ പറയാം പുള്ളി ഒരു അസുറർ എന്നാണ് വേണമെങ്കിൽ പറയാം. ഉസറർ, എങ്ങനെ വേണമെങ്കിലും പ്രൊണൗൺസ് ചെയ്യാം. എനിക്കത് കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ആണോ എന്ന് അറിയില്ല. സ്പെല്ലിങ് ഇതാണ് USURER. സംഭവം എന്തുവാ? സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് മണി ലെൻറ്റിന് കൊടുക്കുന്നു, അതും ഹൈ റേറ്റിൽ. മണി ലെൻറ്റിന് കൊടുക്കുന്നു ഹൈ റേറ്റിൽ. വൺ ഹു ലെൻസ് മണി അറ്റ് ഹൈ, വെരി ഹൈ റേറ്റ് എന്തെന്ന് പറയാം? അസുറർ എന്ന് പറയാം. അടുത്ത പ്രാവശ്യം ഈ പടമൊക്കെ കാണും, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ അത് കണക്ട് ചെയ്താൽ മതി. അത് കണക്ട് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ മതി. ഇത് തുടർച്ചയായിട്ടുണ്ടാകും. ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കും. ഓക്കെ.